അദ്ദേഹം ഒരു പ്രവാസിയാണ്, വർഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ട്. ആ കടം കാരണമാണ് അദ്ദേഹം പ്രവാസ ജീവിതത്തിലേക്ക് പോയത്. നാട്ടിൽ നിൽക്കാനാണ് ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ ഭാര്യയും കൂട്ടി നാട്ടിൽ അവിടെ നിൽക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. അതിനുള്ള സൗകര്യമുണ്ട്, സാലറിയുടെ. പക്ഷേ വീട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉള്ളൊരു വീടാണ്. ഉപ്പാക്കും ഉമ്മാക്കും പ്രായമുണ്ടെങ്കിലും അസുഖങ്ങളൊന്നുമില്ല. ആ ഒരു അവസ്ഥയിൽ പിന്നെ വീട്ടിൽ നിറയെ ആളുകളുണ്ടെങ്കിലും അയാളുടെ ഭാര്യയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോയാൽ ഉമ്മാക്ക് ചെറിയൊരു നീരസമുണ്ട് എന്ന് അദ്ദേഹം തോന്നിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ ഭാര്യയില്ലാതെ സാധിക്കുകയില്ല. ആ നിലക്ക് കൊണ്ടുപോകുന്നത് ഉമ്മാക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതാകുമ്പോൾ ഒരു പ്രയാസപ്പെടുത്തലാകുമോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കുറ്റമുണ്ടാവുകയോ പ്രയാസം ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. ഇത് പിന്നെ നമ്മൾ പല നിലക്ക് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിലിപ്പോൾ പൊതുവേ ഇങ്ങനെ ഈ ചോദിക്കുന്ന ഇത്തരം ആളുകൾ ആകെ പരിഗണിക്കുന്നത് മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, അവരെ തൃപ്തി പ്രധാനമാണ് ജീവിതത്തിൽ, അവരെ പിണക്കാൻ പാടില്ല, ഈ ഒരു വശം മാത്രമാണ് എന്ത് ചെയ്യണത് ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ സത്യത്തിൽ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഒരു മകൻ വിവാഹം കഴിച്ചു, അവൻ ഭാര്യയൊന്നുമില്ലാതെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളില്ല, അവന് ഭക്ഷണം കൊടുക്കാൻ ആളില്ല, ഭാര്യ എന്ന നിലക്കുള്ള ബന്ധങ്ങൾക്ക് ആളില്ല, അങ്ങനെ ഒറ്റപ്പെട്ടാണ് അവൻ അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ മകൻ ഒരു പ്രയാസത്തിലാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെ എന്ത് വേണം, ആൾ വേണം എന്നുള്ള ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവേണ്ടത്, അവർക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെ ഉമ്മക്ക് ആളില്ലല്ലോ, വീട്ടിലാളില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നത് പോലെ തന്നെ ഉമ്മയുടെ മകനായിട്ടുള്ള ഇവൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ, കല്യാണം കഴിച്ചിട്ട് അവർക്ക് രണ്ടും ഒപ്പം നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് നീതിപ്രകാരം എന്താണ് ഉമ്മ തന്നെ നീ എനക്ക് അവിടെ നിവൃത്തിണ്ടെങ്കിൽ നീ പിന്നെ ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറയേണ്ട സ്ഥാനത്ത് ഉമ്മ എന്ത് ചെയ്യാണ്? അതിലൊരു നീരസം പ്രകടിപ്പിക്കണം. അതിലൊരു ന്യായമില്ല, അതിലൊരു നീതിയുമില്ല. പിന്നെ ഇവൾ വന്നിട്ടുള്ളത് എന്തിനാണ്? ഇവനെ സംരക്ഷിക്കാനും ഇവൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുമാണ്. ഇവൻ്റെ പരലോകവും ദുനിയാവും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടാണുള്ളത്. പലപ്പോഴും ഒരു പുരുഷൻ ഒറ്റയ്ക്ക് ഗൾഫിൽ നിൽക്കുമ്പോൾ അവന് സൂക്ഷ്മത കുറവുണ്ടായിരിക്കും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് ഭാര്യ കൂടെ ഉണ്ടാവലാണ്. അതോടൊപ്പം മറ്റൊരു വശം കൂടെ ഉണ്ട്. ഇപ്പോൾ ഉമ്മക്ക് ഉമ്മൻ്റെ വീട് എന്നുള്ളതിലേക്കുള്ള ചില സമാധാനങ്ങൾ അവിടെ ഉണ്ട്. അവനിപ്പോൾ അവിടെ ഒറ്റക്കാണെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു അന്യ വീട്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടി ഇവരെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ഇപ്പം എന്തിനാണ്? അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രധാനം ആ വീട്ടിലെ ജോലി നടക്കലാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അല്പം കടന്ന കൈയല്ലേ? അപ്പോൾ അവിടെ എന്ത് വേണം? ആരെങ്കിലുമൊക്കെ ഇടപെട്ടൊരു മസ്ലഹത്ത് ഉണ്ടാക്കിയിട്ട് എന്ത് വേണം? ഉമ്മയ്ക്ക് വലിയൊരു വിഷമമില്ലെന്നില്ലാതെ അവൻ അവളെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിനുള്ളൊരു വലിയ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇവളെന്നെ പറയാം. എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് കാലം, കുറച്ചൊരു മാസം അവിടെ പോയി നിൽക്കാൻ ഒരു ആഗ്രഹമുണ്ട് എന്തിനാ നമ്മളതൊക്കെ ഒളിച്ചു വെക്കണത്, എന്തിനാ മറച്ചു വെക്കണത്? അത് ഈ അമ്മായിമ്മയോട് എന്ത് ചെയ്യാൻ നേർക്ക് പറയാം, ഉമ്മയൊന്ന് പറയണം, ഉമ്മ ഒരു സമ്മതം വാങ്ങി തരണം, ഒന്ന് കൊണ്ടുപോകാൻ പറയണം, എനിക്ക് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നെന്ത് ചെയ്യണം? ഉമ്മനോട് പറയാം, ആവശ്യമായിട്ട് ഉമ്മനോട് പറയാം. അതേപോലെ തന്നെ അവൻ പറയുന്നത് അവൾ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട് ഒന്നും പോരണമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഒരു കുറച്ചൊന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഒരു വിസിറ്റിന് കൊണ്ടുപോകാൻ തന്നെ ആദ്യം ഒരു വിസിറ്റ് ശരിയാക്കിയിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. അപ്പോൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് നടക്കേണ്ടത്. അതെന്തായാലും നടന്നിരിക്കണം. അതിന് ഉമ്മനെ വെറുപ്പിക്കാത്ത എന്ത് സുരക്ഷിതമായ മാർഗ്ഗമുണ്ടോ അത് സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ്. ഇനി വീട്ടിലെ ജോലികളാണ് പ്രശ്നമെങ്കിൽ അതിനൊരാളെ എന്ത് ചെയ്യുക, നിയമിച്ചു കൊടുത്തിട്ട് ഉമ്മക്ക് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ രാവിലെ ഏതെങ്കിലും ആളുകൾ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അവരെ നിശ്ചയിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുക. ഈ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ജോലി നടക്കലേ അവിടെ പ്രധാനമുള്ളൂ. അതാണെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇവളെന്നെ വേണമല്ലോ കൂടെ ഉണ്ടാവാൻ. ഉമ്മക്ക് ഇവിടെ ജോലി നടക്കാൻ ആരായാലും നടക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാ ഉമ്മമാരും പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞ ആരെങ്കിലും നിങ്ങൾക്ക് മക്കളായിട്ടുണ്ടെങ്കിൽ ആ മകനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനും ഭാര്യയും ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ തന്നെ പുരുഷന്മാർ പറയും, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങളെ ആശ്രയിച്ചും നിങ്ങളെ മോഹിച്ചും നിങ്ങളെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ വീട്ടുവേലക്ക് വീട്ടിൽ നിർത്തിയാൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ അവളുടെ ജീവിതം നശിപ്പിക്കരുത്. കാരണം അവൾക്ക് വേറെ കല്യാണത്തിന് പോകാനും വയ്യ, ഇയാളത്തെ ഒരു ജീവിതം കിട്ടുന്നില്ല അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. പിന്നെ സഹോദരിമാരെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുവാനുള്ള അവകാശമുണ്ട്, അത് നിങ്ങളുടെ അവകാശമാണ്. അത് നേടിയെടുക്കുക എന്നുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാം മറന്ന് പരിശ്രമിക്കണം, അതിലെ സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പരമ്പരാഗതമായി നടക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയതാണ്. അത് ആദ്യത്തെ ചില ആളുകൾ സമ്മതിച്ചു കൊടുത്തോണ്ടാണ്. അതെ, അതിൻ്റെ ആവശ്യമില്ല. നമ്മളെവിടെ പോകുന്നു അവിടെ നമ്മുടെ ഭാര്യ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഗൾഫിക്ക് കൊണ്ടുപോകുമ്പോഴേ ഇപ്പോൾ ഈ പ്രശ്നമുള്ളൂ. ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഒരാൾ മലപ്പുറക്കാരൻ തിരുവനന്തപുരത്ത് പോയി താമസിക്കുമ്പോൾ ഭാര്യനെ കൊണ്ടുപോകാറിനാൽ അത് പ്രശ്നമില്ല. എവിടെ വേണമെങ്കിലും ഭാര്യനായിട്ട് പോയി നിൽക്കാം. അതേപോലെ തന്നെ മൂത്തൊരു മകന് പിന്നെ ഭാര്യനെയും കൂട്ടിക്കാണ്ട് അപ്പുറത്തൊരു വീട് വെച്ച് താമസിക്കാൻ വേണ്ടി വേറെ പോവുകയാണെങ്കിലും ഇവിടെ ഉള്ളൊരു പ്രശ്നമില്ല. ഇതിപ്പോൾ ഗൾഫിൽ ഈ കുടുംബത്തിന് വേണ്ടി ചോര നീരായി അധ്വാനിക്കുന്ന ഒരുത്തന് ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചാലും ഭാര്യയും കുട്ടികളും കൂടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ആഗ്രഹം, വലിയ സമ്പത്ത് ചെലവഴിച്ചാൽ ഒരു ത്യാഗത്തിന് ഒരുങ്ങുമ്പോൾ അതിന് മാതാപിതാക്കൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ക്രൂരതയാണെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും.